മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ മലയാള ജനതാ ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്ത പരുത്തിക്കുടി നിന്ന് കല്ലാട്ടുമുക്കിലേക്കും കല്ലാട്ടുമുക്കിൽ നിന്ന് പരുത്തിക്കുടിയിലേക്കും പോകുന്ന റോഡിന്റെ പണി നടക്കുന്നത് കാരണത്താൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ പണി ഏകദേശം പൂർത്തിയായ അവസ്ഥയിലാണ്. ഇന്ന് ടാറ് അത് നേരെ യാത്ര സുഗമമാകാൻ വേണ്ടിയുള്ള അവസാന മിനുക്ക് പണിയിലാണ്. എന്നാൽ പല ആളുകളും അതുവഴി ബൈക്കോടിച്ച് പോകുകയും നടന്നു പോവുകയും ചെയ്യുന്ന കാരണത്താൽ പണി തടസ്സപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്നവരും ഇതുവഴി കടന്നു പോകുന്നവരും ഒന്ന് സഹകരിക്കണം എന്നാണ് ഇതിൻ്റെ കോൺട്രാക്ടർ കൂടിയായ വ്യക്തി മലയാള ജനതാ ന്യൂസിനോട് പറഞ്ഞത്. 2 ദിവസത്തിനകം ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് മലയാള ജനതാ ന്യൂസിനോട് കോൺട്രാക്ടർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി ഇവിടെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാതെ കിടക്കുന്ന ഈ പ്രദേശത്തിനെക്കുറിച്ച് പലപ്പോഴും മലയാള ജനതാ ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിൽ അത് ഫലസമാപ്തിയിൽ എത്തണമെങ്കിൽ നാം അല്പമൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അതുകൊണ്ട് തന്നെ 2 ദിവസം കൂടി പരിസരവാസികളും അതോടൊപ്പം ഇവിടെ യാത്ര ചെയ്യുന്നവരും ശ്രദ്ധിക്കണം, സഹകരിക്കണമെന്നാണ് കോൺട്രാക്ടറിന് പറയാനുള്ളത്. പല ആളുകളും റോഡിൻ്റെ പണി തീരുന്നതിന് മുമ്പും അതോടൊപ്പം സിമെൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പും നടന്നുപോയത് കാരണത്താൽ ഇവിടെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് കാരണത്താൽ ഇവിടെ വെള്ളം കെട്ടുണ്ടാവുകയും വീണ്ടും റോഡ് നശിക്കാൻ കാരണമാകുമെന്നും കോൺട്രാക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരമാവധി സഹകരിക്കുക. നല്ലൊരു റോഡിന് വേണ്ടി നാമും ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ.